അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. സ്ഥിരപ്പെട്ട ഹദീസാണ്. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ബാപ്പാനെ വെറുപ്പിച്ചിട്ട് ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. ഗൗരവമായി കാണുന്നു. ഉമ്മയെ ബാപ്പയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മഹത്വം മറ്റെന്താണ്? യുദ്ധത്തിൽ പേര് കൊടുത്ത സുഹൈബിയോട് നബി തങ്ങൾ ചോദിച്ചത്, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് എന്നാ ചെല്ല്, അവിടെ പോയി പരിചരിക്ക്. ഫഫീഹിമാ ഫജാഹിദ്, അവിടെയാണ് നിന്റെ ജിഹാദ്. യുദ്ധത്തിന് പോണ്ട, നീ അവിടെ പോയി ജിഹാദ് ചെയ്തോന്നാ. ഉമ്മയെ നോക്കുക, പാപ്പയെ നോക്കുക, വല്ലാത്ത മഹത്വമാണ്. പ്രായമാകുമ്പോഴാ നോക്കാൻ പ്രയാസം, അപ്പോഴാ കൂലി കൂടുതൽ. ശല്യമായി കാണല്ല, ശല്യമായി കാണല. വേഗം വേറെ വീടെടുത്താണ് പോയി. എന്തേ? ബാപ്പാനെ നോക്കാൻ കഴിയില്ല, ഉമ്മാനെ നോക്കാൻ കഴിയില്ല. ഉമ്മ തൊള്ള പറയാൻ മോശമാണ്, സ്വഭാവം മോശമാണ്, എന്ത് ചെയ്താലും നന്ദിയില്ലാത്ത വർത്തമാനമാണ്. എന്തൊക്കെയാ വിളിച്ചു പോയെന്ന് ആയിക്കോട്ടെ, പ്രായമായപ്പോഴല്ലേ. നമ്മളും അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നുവല്ലോ നമ്മള്. ഉമ്മ എന്തു പറഞ്ഞാലും സമ്മതിക്കാത്തവരും നമ്മള്. ഉമ്മാനെ അടിച്ചിട്ടുണ്ട്, ഉമ്മാനെ ചവിട്ടിയിട്ടുണ്ട്, ഉമ്മയോട് പിണങ്ങിയിട്ടുണ്ട്, ഉമ്മയുടെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട്, ഉമ്മയുടെ മടിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ. എങ്കിൽ ആ ഉമ്മയും ബാപ്പയും പ്രായമായി തിരിച്ചു വരും. ദീർഘായുസ് നൽകിയാൽ സൃഷ്ടിപ്പ് നാം തിരിച്ചു കൊണ്ടുവരും. ദീർഘായുസ് കൊടുത്താൽ സൃഷ്ടിപ്പ് തിരിച്ചു കൊണ്ടുവരും. ആയുസ്സിനെ കൂടി 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 70, 80, 90 ആകുമ്പോ ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകും. പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, ഒരാളെയും വകവെക്കൂല. അന്ന് അങ്ങനെയാണ്, നമ്മളും അങ്ങനെയാകും പ്രായം കൂടുമ്പോ. വേഗം എവിടെയും കൊണ്ട് തള്ളല്ല വേണ്ടത്, വൃദ്ധസദനങ്ങളല്ല. ഓൻ നോക്കട്ടെ, ഇവൻ നോക്കട്ടെ, ഉമ്മ എല്ലായിടത്തും അല്ലേ, എനിക്ക് മാത്രമല്ലല്ലോ. നമുക്ക് കിട്ടിയ അൽഹംദുലില്ലാ, അത്രയും വലിയ കാര്യം. ഞാൻ നോക്കുമെന്ന മത്സരമാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്.